ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ അൽ ഹിലാൽ വിടാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ അല്ല. അൽ ഹിലാലിനു വേണ്ടി കളിക്കാൻ ആവശ്യമായ ഒരു ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നൊക്കെയായിരുന്നു അൽ ഹിലാലിന്റെ പരിശീലകനായ ജോർഹെ ജീസസ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ കോൺട്രാക്ട് റദ്ദാക്കി നെയ്മർ സാന്റോസിലേക്ക് തിരിച്ചെത്തുകയും അരങ്ങേറ്റം നടത്തുകയും ചെയ്തു. മികച്ച പ്രകടനം നെയ്മർ 45 മിനിറ്റ് കളിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷന് ഒരു പ്രശ്നവുമില്ല എന്നത് ഈ മത്സരത്തോടു കൂടി തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കാരണം മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് നെയ്മർ ജൂനിയർ നടത്തിയിട്ടുള്ളത്. മത്സരശേഷം ഇതേക്കുറിച്ച് നെയ്മർ ജൂനിയർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ജോർഹെ ജീസസ് കളവ് പറഞ്ഞോ എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത്. എന്നാൽ കളവ് പറഞ്ഞു എന്നുള്ളത് നെയ്മർ ജൂനിയർ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ ജോർഹെ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്ന് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ജോർഹെ ജീസസിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ താൻ വളരെയധികം നിരാശനായിരുന്നു അല്ലെങ്കിൽ അസ്വസ്ഥനായിരുന്നു എന്നുള്ള കാര്യവും നെയ്മർ ജൂനിയർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജോർഹെ ജീസസ് നുണ പറഞ്ഞു എന്ന് ഞാൻ പറയില്ല. അത്തരം വിവാദങ്ങളിൽ അകപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ രീതിയല്ല. പക്ഷേ കളിക്കളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കളിക്കളം അഥവാ നമ്മുടെ മൈതാനം ഒരിക്കലും കളവ് പറയില്ല. എനിക്ക് എന്നെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഏക സ്ഥലം അത് കളിക്കളം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ വളരെയധികം നിരാശനായിരുന്നു, അസ്വസ്ഥനായിരുന്നു. കളിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പരിശീലനത്തിൽ തന്നെ തെളിയിച്ചതാണ്. മറ്റുള്ള താരങ്ങളുടെ അതേ കണ്ടീഷനിൽ എത്താൻ എനിക്ക് അൽ ഹിലാലിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നു. ട്രെയിനിങ്ങിൽ മികച്ച പ്രകടനം നടത്താനും ഗോളുകൾ നേടാനും എനിക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ അസ്വസ്ഥനായിരുന്നത്. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജോർഹെ ജീസസ് പറഞ്ഞത് കളവാണ് എന്നുള്ളത് ഇതോടുകൂടി വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷനിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പക്ഷേ ജോർഹെ ജീസസിന്റെ പ്ലാനുകളിൽ ഒരുപക്ഷെ നെയ്മർക്ക് ഇടമില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് ജോർഹെ ജീസസ് നെയ്മറെ ഒഴിവാക്കിയത്. ഏതായാലും അത് ഗുണം ചെയ്തു എന്നാണ് നെയ്മർ ജൂനിയറുടെ ആരാധകർ ഇപ്പോൾ പറയുന്നത്. കാരണം നെയ്മർക്ക് ഇപ്പോൾ സാന്റോസിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.